ഹായ് മക്കളെ, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ 3 മാർക്കിനൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുള്ള 3-4 മാർക്കിന് ചോദ്യങ്ങൾ വരാറുള്ള ഒരു ചെറിയ ചാപ്റ്റർ. ആ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട 10 ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻവാർ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പെൻഡുലം ക്ലോക്സ്. വൈ? പെൻഡുലം ക്ലോക്കുകളുടെ പെൻഡുലം ഉണ്ടാക്കാൻ ഇൻവാർ എന്ന മെറ്റീരിയൽ ഉപയോഗിക്കുന്നു. എന്തുകൊണ്ട്? നിങ്ങൾക്കറിയാം, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ നമ്മൾ തെർമൽ എക്സ്പാൻഷൻ എന്നുള്ള ടോപ്പിക്കിൽ പഠിക്കുന്നുണ്ട്. ഇൻവാർ എന്ന് പറയുന്ന മെറ്റീരിയലിന് ആൽഫ എൽ എന്നതിൻ്റെ വാല്യൂ നെഗ്ലിജിബിൾ ആണ്. ആൽഫ എൽ എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ആൽഫ എൽ എന്നതിന് പകരം അല്ലെങ്കിൽ ആൽഫ എൽ നെഗ്ലിജിബിൾ ആണ് എന്ന് പറഞ്ഞാൽ അർത്ഥം തെർമൽ എക്സ്പാൻഷൻ വളരെ കുറവാണ് എന്നാണ്. തെർമൽ എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? അപ്പോൾ പെൻഡുലത്തിൻ്റെ ലെങ്ത്തിൽ ചേഞ്ച് വരും. ലെങ്ത്, അതായത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ലെങ്ത്ത് കൂടും. ലെങ്ത്ത് കൂടിയ ടൈം പീരീഡ് കൂടും. ക്ലോക്കിൻ്റെ വർക്കിങ്ങിനെ അത് ബാധിക്കും. അതുകൊണ്ട് ഇൻവാറിന് ആൽഫ എല്ലിൻ്റെ വാല്യൂ വളരെ കുറവായതുകൊണ്ടാണ് പെൻഡുലം ക്ലോക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെമ്പറേച്ചർ ഓഫ് എ നോർമൽ ഹ്യൂമൻ ബോഡി ഈസ് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. വാട്ട് ഈസ് ദി കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ് സ്കെയിൽ? സെൽഷ്യസ് സ്കെയിലിലേക്ക് ഫാരൻഹീറ്റ് സ്കെയിലിൽ നിന്ന് കൺവേർട്ട് ചെയ്യുക. നിങ്ങൾക്കറിയാം കൺവേർഷൻ്റെ റിലേഷൻ C/100 = F-32/180. ഓക്കെ, സി ആണ് കണ്ടെത്തേണ്ടത്. എഫ് തന്നിട്ടുണ്ട് 98.6. ഓക്കെ, -32/180. ഈ 100 അങ്ങോട്ട് വരുമ്പോൾ × 100 ചെയ്ത് നോക്കിയാൽ 37 എന്ന് കിട്ടും. നോർമൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതാണ് ഫാരൻഹീറ്റിൽ 98.6 എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു സ്കെയിലിൽ നിന്ന് മറ്റൊരു സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ചോദ്യങ്ങൾ എക്സാമിന് വരാറുണ്ട്. അതിലൊരു ക്വസ്റ്റിന് നമ്മൾ ഇട്ടത്, വേറെയും ക്വസ്റ്റ്യൻസ് ധാരാളം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 ആക്സിഡൻറ്റ്സ് ഹാപ്പൻ. ദ ഫസ്റ്റ് വൺ വിത്ത് വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ഒരു ആക്സിഡൻറ്റ് നടന്നത് 100 ഡിഗ്രി വെള്ളം കൊണ്ടാണെങ്കിൽ സെക്കൻഡ് വൺ വിത്ത് സ്റ്റീം അറ്റ് 100 ഡിഗ്രി, 100 ഡിഗ്രിയുള്ള സ്റ്റീം കൊണ്ടാണ് മറ്റൊരു ആക്സിഡൻറ്റ് നടന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം വിച്ച് ഇസ് മോർ ഡേഞ്ചറസ്, ബേൺ ഡ്യൂ ടു വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ഓർ ബേൺ ഡ്യൂ ടു സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്? വൈ? സ്റ്റീം കൊണ്ടുണ്ടാകുന്ന പൊള്ളലാണ് തിളച്ച വെള്ളം കൊണ്ടുണ്ടാകുന്ന പൊള്ളലിനേക്കാൾ ഡേഞ്ചർ ആയിട്ടുള്ളത്. എന്തുകൊണ്ട്? സ്റ്റീമിനാണ്. ശ്രദ്ധിക്കണോ, സ്റ്റീം കൊണ്ടുണ്ടാകുന്ന ബേണിംഗ് ആണ് മോർ ഡേഞ്ചറസ്. ഓക്കെ, എന്താണ് അതിൻ്റെ റീസൺ? സ്റ്റീമിന് ഹോട്ട് വാട്ടറിനേക്കാൾ ഹീറ്റ് കണ്ടൻറ്റ് കൂടുതലാണ്. മോർ ഹീറ്റ് കണ്ടൻറ്റ്, മോർ എന്നാണ്, മോർ ഹീറ്റ് കണ്ടൻറ്റ് അല്ലെങ്കിൽ മോർ എനർജി. ഓക്കെ, കാരണം ഈ സ്റ്റീം 100 ഡിഗ്രിയിലുള്ള സ്റ്റീം നേരത്തെ വെള്ളമായിരുന്നു, പിന്നെ വീണ്ടും ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് ആ വെള്ളം സ്റ്റീമായി മാറിയത്. അപ്പോൾ സ്റ്റീമിന് ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് കേട്ടില്ലേ, LV, ആ LV ടൈംസ് ഹീറ്റ് കൂടുതലായിരിക്കും ആ തിളക്കുന്ന വെള്ളത്തേക്കാൾ. അതുകൊണ്ട് ഹീറ്റ് കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട്, ഹീറ്റ് എനർജി കൂടുതലായതുകൊണ്ട് സ്റ്റീം കൊണ്ടുണ്ടാകുന്ന ആ ബേണിംഗ് ആണ് മോർ ഡേഞ്ചർ. ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ ഈസ് 536 കലോറി പെർ ഗ്രാം. എക്സ്പ്ലെയിൻ ദി ഐഡിയ ഓഫ് ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. എന്താണ് ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ? നിങ്ങൾക്കറിയാം, 1 ഗ്രാം യൂണിറ്റ് മാസ് വെള്ളം, ഇവിടെ ഇപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയട്ടെ, യൂണിറ്റ് മാസ് എന്ന് പറയുമ്പോൾ SI യൂണിറ്റ് ആകുമ്പോൾ 1 കിലോഗ്രാം, CGS ആകുമ്പോൾ 1 ഗ്രാം. 1 ഗ്രാം വെള്ളം. ഓക്കെ, നമ്മൾ അതിനെ ചൂടാക്കി 100 ഡിഗ്രി എത്തി, അതല്ലേ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ 100 ഡിഗ്രിയിൽ വെച്ച് ആ 1 ഗ്രാം വെള്ളം കംപ്ലീറ്റ്ലി സ്റ്റീമായി മാറണമെന്നുണ്ടെങ്കിൽ 536 കലോറി ഹീറ്റ് വേണം എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ് ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യത്തിന് ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. എന്താ പറയുക? ഹീറ്റ് റിക്വയർഡ് to convert 1 gram water into steam, വെള്ളത്തെ ആവിയാക്കാൻ, into steam at 100 degree Celsius is equal to 536 കലോറി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ പ്രോബ്ലം ആണ്. ഫൈൻഡ് ദി ഹീറ്റ് റിക്വയർഡ് ടു കൺവേർട്ട് 1 gram ഓഫ് ഐസ് അറ്റ് 0 degree Celsius ടു സ്റ്റീം അറ്റ് 100 degree Celsius. 1 ഗ്രാം ഐസ് 0 ഡിഗ്രിയിലുള്ളത്, 0 ഡിഗ്രി എന്ന ഐസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഓക്കെ, അതിനെ ചൂടാക്കി ആദ്യം വെള്ളമാക്കി മാറ്റണം, പിന്നെ വെള്ളത്തെ സ്റ്റീമാക്കി മാറ്റണം, 100 ഡിഗ്രിയുള്ള സ്റ്റീമാക്കി മാറ്റണം. അതിന് എത്രത്തോളം ഹീറ്റ് ആവശ്യമായി വരും? ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലും ശ്രദ്ധിക്കണേ. അതായത് ആദ്യം 0 ഡിഗ്രിയിലുള്ള ഐസാണ് ഉള്ളത്. ഈ ഐസ് 0 ഡിഗ്രിയിലപ്പം ഇരിക്കുന്നത്. ഇനി ആദ്യം സംഭവിക്കാൻ പോകുന്നത് ഈ ഐസ് കംപ്ലീറ്റ്ലി ഉരുകി എന്തായി മാറും? വെള്ളമായി മാറും. ഓക്കെ, 0 ഡിഗ്രിയിലെ ഐസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ അവിടെ മെൽറ്റിംഗ് നടക്കും. മെൽറ്റിങ്ങിന് വേണ്ടി അബ്സോർബ് ചെയ്യുന്ന ഹീറ്റാണ് M × LF. LF ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ലാറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഇസ് ഈക്വൽ ടു ഹീറ്റ് ബൈ മാസ് എന്നല്ലേ. അപ്പോൾ ഹീറ്റ് ഇസ് ഈക്വൽ ടു M × LF. ഓക്കെ, ആദ്യം ഈ ഐസ് ഉരുകി വെള്ളമാവും. ആ വെള്ളമാകാൻ വേണ്ട ഹീറ്റാണ് M × LF. പിന്നെ ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി വന്ന് നിങ്ങൾക്ക് ഗ്രാഫ് ഓർമ്മല്ലേ? ഓക്കെ, ആദ്യം മെൽറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി വെള്ളമായി മാറി. പിന്നെ ടെമ്പറേച്ചർ കൂടി വന്ന് ബോയിലിംഗ് പോയിന്റ് എത്തുമ്പോഴല്ലേ തിളക്കുള്ളൂ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ കംപ്ലീറ്റ്ലി വെള്ളമായി മാറി. ഇനി ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി സ്റ്റീം പോയിന്റ് എത്തുന്നത് വരെ, അപ്പോൾ അതുവരെ നമ്മൾ കൊടുക്കേണ്ട ഹീറ്റാണ് SM ∆T. ഓർമ്മല്ലേ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ഹീറ്റ് ഡിവൈഡഡ് ബൈ മാസ് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ അല്ലേ. അപ്പോൾ ∆Q ഈസ് ഈക്വൽ ടു S × M × ∆T. S സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ, M മാസ്, ∆T എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇപ്പോൾ 0 ഡിഗ്രിയാണ്, ഇനി ബോയിലിംഗ് പോയിന്റ് എത്തുമ്പോൾ 100 ആവും. അപ്പോൾ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ 100 ആവും.
പിന്നെ അത് കഴിഞ്ഞ ശേഷം ബോയിൽ ചെയ്യാൻ തുടങ്ങും. ബോയിലിംഗ് തുടങ്ങി, ശ്രദ്ധിക്കണം, ബോയിലിംഗ് തുടങ്ങി ഇവിടെ എത്തുമ്പോഴാണ് ബോയിലിംഗ് കംപ്ലീറ്റ് ആവുന്നത്. അങ്ങനെ ഇവിടെ എത്തുമ്പോഴാണ് കംപ്ലീറ്റ്ലി സ്റ്റീമായി മാറുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്നത് വേപ്പറൈസേഷൻ. വേപ്പറൈസേഷന് വേണ്ടി കൊടുക്കേണ്ട ഹീറ്റാണ് MLV. LV = ΔQ/m. അപ്പോൾ ΔQ = MLV. അപ്പോൾ 0 ഡിഗ്രിയിലുള്ള ഐസ് കംപ്ലീറ്റ്ലി സ്റ്റീമായി മാറാൻ കൊടുക്കേണ്ട എനർജി ഹീറ്റാണ് MLF + SM ΔT + MLV. മാസ് ഒക്കെ 1 gram ആണ്. LF തന്നിട്ടുണ്ട് 80 ആണ്. സ്പെസിഫിക് കപ്പാസിറ്റി തന്നിട്ടുണ്ട് 1 ആണ്. ΔT 100, മാസ് വീണ്ടും 1 ആണ്. LV 536. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 716 കലോറി എന്ന് കിട്ടും. ഓക്കെ, ഇതുപോലുള്ള പ്രോബ്ലങ്ങൾ തെർമൽ പ്രോപ്പർട്ടീസിൽ ഇടക്കിടക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണം, കലോറിമെട്രിക് പ്രോബ്ലംസ് എന്ന് നമുക്ക് ഈ പ്രോബ്ലങ്ങളെ വിളിക്കുകയും ചെയ്യും. ഓക്കെ, ദെൻ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഇൻ സോളിഡ്സ് ആർ മെയിൻലി 3 തരം എക്സ്പാൻഷൻ. ലീനിയർ എക്സ്പാൻഷൻ, അതിനെ ആൽഫ, അതേപോലെ കോഎഫിഷ്യന്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ ബീറ്റ, കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഗാമ. നമ്മൾ ആൽഫ L, ആൽഫ A, ആൽഫ V എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത്. അതിന് പകരം ആൽഫ ബീറ്റ ഗാമ എന്ന് കൊടുത്തു. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ആൽഫ ബീറ്റ ആൻഡ് ഗാമ? മൂന്നും തമ്മിലുള്ള റേഷ്യോ നിങ്ങൾക്കറിയാം. ഈ റേഷ്യോ പല തവണ എക്സാമിന് ചോദിച്ചു. ആൽഫ ബീറ്റ ഗാമ എന്ന് പറഞ്ഞാൽ ആൽഫ L ആൽഫ A ആൽഫ V 1:2:3 ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഹീറ്റ് ഫ്രം സൺ റീച്ചസ് എർത്ത് ത്രൂ വാക്വം. സണ്ണിൽ നിന്ന് ഹീറ്റ് എർത്തിലേക്ക് എത്തുന്ന വാക്വത്തിലൂടെ നെയിം ദി മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. സണ്ണിൽ നിന്ന് എർത്തിലേക്ക് ഹീറ്റ് എത്തുന്ന മെത്തേഡ് ഏതാ? 3 മെത്തേഡ് ഓഫ് പഠിച്ചിട്ടുണ്ട് ഹീറ്റ് ട്രാൻസ്ഫറിന്: കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. സണ്ണിൽ നിന്ന് ഹീറ്റ് എർത്തിലേക്ക് എത്തുന്ന മെത്തേഡ് ഏതാ? റേഡിയേഷൻ മെത്തേഡാണ്. നോ പാർട്ടിക്കിൾസ് ഈസ് ഇൻവോൾവ്ഡ് ഹിയർ. നെയിം ദി ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ മെറ്റൽസ് ആൻഡ് ഇൻ ലിക്വിഡ്സ്. മെറ്റലുകളിൽ ഉണ്ടാകുന്നത്, മെറ്റൽ സോളിഡ് ആണ്, സോളിഡുകളിൽ പ്രധാനമായും നടക്കുന്നത് അല്ലെങ്കിൽ ഇഫക്റ്റീവായി നടക്കുന്ന മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഏതാ? കണ്ടക്ഷൻ ആണ്. ലിക്വിഡുകളിൽ ഏത് മാത്രമേ നടക്കുള്ളൂ? കൺവെക്ഷൻ. അങ്ങനെയല്ല, കൺവെക്ഷൻ എന്ന പ്രോസസ്സ് ലിക്വിഡിൽ മാത്രമേ നടക്കൂ. ലിക്വിഡിലൂടെ, സോളിഡിലൂടെ, ഗ്യാസിലൂടെ ഒക്കെ കണ്ടക്ഷൻ ഉണ്ടാകാം, പക്ഷേ കൺവെക്ഷൻ എന്ന് പറയുന്നത് ലിക്വിഡിൽ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ലിക്വിഡുകളിൽ പ്രധാനമായും നടക്കുന്നത് കൺവെക്ഷനാണ്, സോളിഡുകളിൽ കണ്ടക്ഷനുമാണ്. മെറ്റലുകളിൽ കണ്ടക്ഷൻ, ലിക്വിഡുകളിൽ കൺവെക്ഷൻ. ഓക്കെ, ദെൻ അടുത്ത, അക്വാറ്റിക് അനിമൽസ് ആർ പ്രൊട്ടക്റ്റഡ് ഇൻ കോൾഡ് കൺട്രീസ് ആസ് ഐസ് ഇസ് ഫോംഡ് ഓൺ ദി സർഫസ് ഓഫ് റിവർ. ഹൗ? അതായത് അത് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ ആണ്. അനോമലസ് എക്സ്പാൻഷൻ എന്താണെന്നും വെള്ളത്തിന് ഏറ്റവും ചെറിയ വോള്യൂം, ഏറ്റവും കൂടുതൽ ഡെൻസിറ്റിയും ഏത് ടെമ്പറേച്ചറിലാണെന്നും അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതൊക്കെ സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഞാൻ ആ ഏരിയയിലേക്ക് നിങ്ങൾ ശ്രദ്ധ പോകാൻ വേണ്ടിയാണ് ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ എടുത്തിട്ടത്. അതായത് വെള്ളത്തിന് മാക്സിമം ഡെൻസിറ്റി 4 ഡിഗ്രിയിലാണ്. അപ്പോൾ കോൾഡ് കൺട്രീസിലെ വാട്ടർ ബോഡിയിലെ തടാകങ്ങളിലെ വെള്ളങ്ങൾ ടെമ്പറേച്ചർ കുറഞ്ഞ് തണുത്ത് വരുമ്പോൾ 4 ഡിഗ്രി വെള്ളം ഏറ്റവും താഴെ എത്തും. കാരണം ആ 4 ഡിഗ്രിയിൽ വെള്ളത്തിനാണ് ഏറ്റവും ഡെൻസിറ്റി കൂടുതൽ. അപ്പോൾ പിന്നെ അതിന് മുകളിൽ 3 ഡിഗ്രി, 2 ഡിഗ്രി, 1 ഡിഗ്രി, അങ്ങനെ 0 ഡിഗ്രി മുകളിൽ വരും. 0 ഡിഗ്രിയിലെ വെള്ളം ഐസായി മാറും. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ കൊണ്ടാണ് എന്ന് പറയാം. ആ അനോമലസ് എക്സ്പാൻഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് എന്താ അനോമലസ് എക്സ്പാൻഷൻ? 0 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 4 ഡിഗ്രി സെൽഷ്യസ് വരെ വെള്ളത്തിൻ്റെ വോള്യം എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ 4 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ റീച്ചസ് ദി ബോട്ടം. ഓക്കെ, റീച്ചസ് ദി ബോട്ടം, ബോട്ടത്തിലെത്തുന്നു 4 ഡിഗ്രി വെള്ളം. ഓക്കെ, ആൻഡ് 0 ഡിഗ്രി വാട്ടർ റീച്ചസ് ദി ടോപ്പ്. ഓക്കെ, അങ്ങനെ ഫ്രീസിങ് മുകളിൽ നടക്കുന്നു. താഴെ മിതമായ ടെമ്പറേച്ചറിൽ ജീവജാലങ്ങൾക്ക്, അക്വാറ്റിക് ഓർഗാനിസത്തിന് അവിടെ നിലനിൽക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ യു ആർ എബൌട്ട് ടു മേക്ക് ടീ ഫ്രം ഹോട്ട് ടീ ആൻഡ് കോൾഡ് മിൽക്ക്, യുവർ ഫോൺ ഈസ് റിംഗിങ്. നിങ്ങൾ ചൂട് ചായ, ചൂടുവെള്ളം, തണുത്ത പാലും ഉപയോഗിച്ചുകൊണ്ട് ചായ ഉണ്ടാക്കാൻ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഫോൺ റിംഗ് ചെയ്യുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി ഡൺ ടു കീപ് ദി കപ്പ് ഓഫ് ടീ ഹോട്ടർ വെൻ യു റിട്ടേൺ ആഫ്റ്റർ അറ്റൻഡിങ് ദി ഫോൺ കോൾ. നിങ്ങൾ ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത് വരുമ്പോഴും ചായക്ക് മിതമായ ചൂട് നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2 ഓപ്ഷൻ: പോർ ഹോട്ട് ടീ ആൻഡ് കോൾഡ് മിൽക്ക് ഇൻ യുവർ കപ്പ് ആൻഡ് ലീവ് ഇറ്റ് ടു അറ്റൻഡ് ദി ഫോൺ കോൾ. ആദ്യമേ പാൽ ഒഴിച്ചതിന് ശേഷം കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുക. മിക്സ് ദി ടു ആഫ്റ്റർ അറ്റൻഡിങ് ദി കോൾ. കോൾ അറ്റൻഡ് ചെയ്ത് വന്നതിന് ശേഷം പാൽ ഒഴിക്കുക. ഏത് ചെയ്യുമെന്ന് ഇവിടെയൊക്കെ ആരെ വിളിക്കുന്നു നോക്കട്ടെ, സൗകര്യം പോലെ എന്ത് വേണമെങ്കിൽ ചെയ്തോളാം എന്ന് എഴുതിയത് കൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയില്ല. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിനെ ബന്ധപ്പെടുത്തിയാണ് ആൻസർ ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം, ഇവിടെ ഹോട്ട് ടീയും കോൾഡ് മിൽക്കുമാണ്. നോക്കട്ടെ, ചൂടുവെള്ളത്തിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചാൽ എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ ഒന്ന് കുറയും, ചൂടാറും. എന്നതുപോലെ ഹോട്ട് ടീ, ഇത് ഹോട്ട് ടീ ആണെന്ന് കരുതുക. ഈ ഹോട്ട് ടീ ആണ് നമ്മുടെ സിസ്റ്റം. ഇതിൻ്റെ ടെമ്പറേച്ചർ ഇപ്പോൾ ഒരു 80 ഡിഗ്രി ആണെന്ന് കരുതുക. സറൗണ്ടിങ് ടെമ്പറേച്ചർ ഒരു 20 ഡിഗ്രി ആയിക്കോട്ടെ. സിസ്റ്റം, സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ബോഡി, സറൗണ്ടിങ്സ്. ഇപ്പോൾ ഈ ബോഡിയും സറൗണ്ടിങ്സും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് 80ഉം 20ഉം തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് 60. ഓക്കെ, നിങ്ങൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിൽ പഠിച്ചു. ബോഡിയും സറൗണ്ടിങ്സും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടിയാൽ കൂളിംഗ് ഫാസ്റ്റ് ആവും, പെട്ടെന്ന് തണുക്കും. എന്നാൽ ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് കുറഞ്ഞാലോ കൂളിംഗ് സ്ലോ ആകും. അപ്പോൾ ആദ്യമേ കോൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ തണുത്ത പാൽ ഇതിലേക്ക് ഒഴിച്ചാൽ, നമ്മുടെ ചൂട് ചായയിൽ 80 ഡിഗ്രിയുള്ള ചായയിലേക്ക് തണുത്ത പാൽ ഒഴിച്ചാൽ അതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് കുറഞ്ഞൊരു 70 ആയി വിചാരിക്കും. ടെമ്പറേച്ചർ 80നേക്കാൾ ഒന്ന് കുറയില്ലേ? ഓക്കെ, അപ്പോൾ വരുമ്പോൾ സറൗണ്ടിങ് ടെമ്പറേച്ചർ 20, അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് 50 ഉള്ളൂ. അപ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് കുറവാകുമ്പോൾ കൂളിംഗ് ഒന്ന് സ്ലോ ആകും. ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടിയാൽ കൂളിംഗ് ഫാസ്റ്റ് ആകും. അപ്പോൾ ഏതാ നല്ലത്?
ഓക്കെ, കോൾ അറ്റൻഡ് ചെയ്ത് വരുമ്പോഴേക്കും ചായ എങ്ങനെ വെച്ചാലും കോൾ അറ്റൻഡ് ചെയ്ത് വരുമ്പോഴേക്കും ഒന്ന് ചൂടാറും. പക്ഷേ ആ കൂളിംഗ് അല്പം കുറയാൻ, വല്ലാണ്ട് തണുക്കാതിരിക്കാൻ നല്ലത് ആദ്യമേ പാലൊഴിച്ച് വെക്കുക, എന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുക. ആദ്യം പാലൊഴിച്ച് വെച്ചാൽ സിസ്റ്റത്തിൻ്റെ ബോഡി ടെമ്പറേച്ചർ ഒന്ന് കുറയും, ടെമ്പറേച്ചർ ഡിഫറൻസും കുറയും, അപ്പോൾ കൂളിംഗ് അല്പം ഒന്നുണ്ടാവും, സ്ലോ ആകും. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് എഴുതേണ്ട ഉത്തരം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗുമായി ബന്ധപ്പെട്ട പ്രോബ്ലം. ടൈം ടേക്കൺ ബൈ എ ഹോട്ട് ബോഡി ടു കൂൾ ഫ്രം 70 to 60 ഡിഗ്രി ഈസ് 6 minutes. 70 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രിയിലേക്ക് ടെമ്പറേച്ചർ കുറയാൻ 6 മിനിറ്റ് സമയമെടുക്കും. അങ്ങനെയെങ്കിൽ സറൗണ്ടിങ് ടെമ്പറേച്ചർ 25 ഡിഗ്രിയാണ്. വാട്ട് വിൽ ബി ദി ടൈം ടേക്കൺ ബൈ ദി ബോഡി ടു കൂൾ ഫ്രം 60 to 50 ഡിഗ്രി? ഇത് എക്സാമിന് ആവർത്തിച്ച് ചോദിക്കാറുള്ള ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ്. ഒരു ബോഡി 70 നിന്ന് 60 എത്താൻ 6 മിനിറ്റ്, അപ്പോൾ 60 നിന്ന് 50 എത്താൻ എത്ര മിനിറ്റ് എടുക്കും? സറൗണ്ടിങ് ടെമ്പറേച്ചർ 25 ആണ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായ ഫോർമുല തിയറി ക്ലാസ്സിൽ നമ്മൾ അരമണിക്കൂർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. dt/dt ബോഡിയുടെ ടെമ്പറേച്ചറിലെ ചേഞ്ച് ബൈ ആ ചേഞ്ച് എടുക്കുന്ന സമയം ഇസ് ഈക്വൽ ടു മൈനസ്, ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്, ബോഡി ടെമ്പറേച്ചർ മൈനസ് സറൗണ്ടിങ് ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കേസ് 70 നിന്ന് 60 കുറയാം. അപ്പോൾ ഫസ്റ്റ് കേസ് ബോഡി ടെമ്പറേച്ചറിലെ ഡിഫറൻസ് 70 - 60, അതിന് 6 മിനിറ്റ് സമയം എടുക്കും. എന്നിട്ട് ഇവിടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 70 നിന്ന് 60 കുറയുമ്പോൾ നമ്മൾ ആവറേജ് ടെമ്പറേച്ചർ എടുക്കണം, 70 + 60/2 മൈനസ് സറൗണ്ടിങ് ടെമ്പറേച്ചർ. അങ്ങനെ ചെയ്ത് വരുമ്പോൾ 10/6 k × 40 കട്ട് ചെയ്താൽ 5/3 എന്ന് കിട്ടും. അപ്പോൾ 5/3 - k × 40 ഇക്വേഷൻ നമ്പർ 1. കേസ് 2, 60 നിന്ന് 50 തണുക്കുമ്പോൾ 60 - 50, അതിന് വേണ്ടി എടുക്കുന്ന ടൈമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. k × 60 × 50 ആവറേജ് സറൗണ്ടിങ് ടെമ്പറേച്ചർ. അപ്പോൾ 10/dt - k × 30 എന്ന് കിട്ടും. ഇക്വേഷൻ 1 ബൈ ഇക്വേഷൻ 2 ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈം 8 മിനിറ്റ്സ് എന്ന് കിട്ടും. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട പ്രോബ്ലമാണ്. വീഡിയോ പോസ് ചെയ്തുകൊണ്ട് ഒന്ന് ചെയ്ത് പഠിക്കണം. നേരത്തെ തിയറി പാർട്ട് വീഡിയോയിൽ വേറൊരു പ്രോബ്ലം ഇതേപോലെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബിലോ ഗ്രാഫ് റെപ്രസെൻറ്റ്സ് ടെമ്പറേച്ചർ വേഴ്സസ് ഹീറ്റ് ഫോർ വാട്ടർ അറ്റ് 1 atm പ്രഷർ. ഓക്കെ, ശ്രദ്ധിക്കണം, 0 ഇത് സോളിഡ് ബോഡിയാണ്, 0 ഡിഗ്രിയാണ് ഇവിടെ. 0 ഡിഗ്രി എത്തുമ്പോൾ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും, ഇത് മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് വെള്ളം ഇവിടെ എത്തുമ്പോൾ കംപ്ലീറ്റ്ലി വെള്ളമായി മാറി, വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂടി വന്ന് 100 ഡിഗ്രി എത്തുന്ന സമയത്ത് തിളക്കാൻ തുടങ്ങും, കംപ്ലീറ്റ്ലി സ്റ്റീമായി മാറി, സ്റ്റീമിൻ്റെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി വരും. ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഇത് ഐസ് ആണെങ്കിൽ ഇവിടെ നടക്കുന്നത് മെൽറ്റിംഗ് ആണ്. ഓക്കെ, ഇവിടെ കംപ്ലീറ്റ്ലി വാട്ടറായി മാറി, ഇവിടെ വാട്ടറാണ് ഇതിൻ്റെ സ്റ്റേറ്റ്, ഇവിടെ ബോയിലിംഗ് ആണ് നടക്കുന്നത്. ശ്രദ്ധിച്ചോളൂ, ഇവിടെ എത്തുമ്പോൾ ഇവിടെ ഈ കംപ്ലീറ്റ്ലി സ്റ്റീമാണ് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ. ഓക്കെ, ഇനി എന്താ ക്വസ്റ്റ്യൻ? ഇതിൽ മാച്ച് ദി ഫോളോയിങ് ആണ്. BC എന്നുള്ള ഭാഗത്തും DE എന്നുള്ള ഭാഗത്തും എന്താ നടക്കുന്നത് നോക്കണം. BC എന്ന് പറയുന്ന പോർഷൻ ഇതാ, അവിടെ മെൽറ്റിംഗ് നടക്കുന്നത്. DE എന്ന് പറയുന്ന ഭാഗത്തോ ബോയിലിംഗ് നടക്കുന്നത്. സോ BC എന്നുള്ള ഭാഗത്ത് മെൽറ്റിംഗ് ആണ്, DE എന്നുള്ള ഭാഗത്ത് ബോയിലിംഗ് അല്ലെങ്കിൽ വേപ്പറൈസേഷൻ ആണ്. ഓക്കെ, ഈ മെൽറ്റിംഗ് നടക്കുന്ന സമയത്ത് അവിടെ സോളിഡ് ലിക്വിഡായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് സോളിഡും കുറച്ച് ലിക്വിഡും ഉണ്ടാവും. അപ്പോൾ മെൽറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ബാക്കി ഈ മൂന്നാമത്തെ കോളത്തിൽ യോജിക്കുന്നത് പാർഷ്യലി സോളിഡ് ആൻഡ് ലിക്വിഡ് എന്നാണ്. വേപ്പറൈസേഷൻ നടക്കുമ്പോൾ അവിടെ ഒരേ ടെമ്പറേച്ചറിൽ ഗ്യാസും ഉണ്ടാവും, ലിക്വിഡ് ഉണ്ടാവും. പാർഷ്യലി ലിക്വിഡ് ആൻഡ് വേപ്പർ എന്നുള്ളതാണ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് സബ്ലിമേഷനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഏതൊക്കെയാണെന്നും അതിൻ്റെ ഓരോ പ്രോസസ്സിൻ്റെ പേരും എക്സാമ്പിളെല്ലാം തിയറി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ കണ്ടിട്ട് വേണം. ദെൻ പ്രോബ്ലം, എ സർക്കുലർ ഹോൾ ഓഫ് ഡയാമീറ്റർ 2 cm is made in an aluminum plate at 0 degrees Celsius. What will be the diameter at 100 degrees Celsius? ഒരു അലുമിനിയം പ്ലേറ്റിൽ 2 cm ഡയാമീറ്റർ ഉള്ള ഒരു ഹോൾ ഉണ്ട്. ആ അലുമിനിയം പ്ലേറ്റ് 100 ഡിഗ്രി വരെ ചൂടാക്കിയാൽ ആ ഹോള് വലുതാവും. അപ്പോൾ എത്രയായിരിക്കും ഡയാമീറ്റർ എന്നാണ് α/L തന്നിട്ടുണ്ട്. എങ്ങനെ ചെയ്യുക നോക്കണം. α/L ഇക്വേഷൻ ΔL/L × ΔT എന്നല്ലേ. ഇതിൽ നിന്ന് ചേഞ്ച് ഇൻ ലെങ്ത് കാണാം. ഡയാമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു ലെങ്ത് ആണ്. ആ ഡയാമീറ്റർ ഉണ്ടാകുന്ന ചേഞ്ച് നമുക്ക് ഇങ്ങനെ കാണാം. α/L × ഒറിജിനൽ ലെങ്ത് × ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. α/L ക്വസ്റ്റ്യനിൽ തന്നു, ഒറിജിനൽ ലെങ്ത് 2 സെൻറ്റിമീറ്റർ ആണ് എന്ന് തന്നു. ഓക്കെ, അപ്പോൾ അതിനെ മീറ്ററിലേക്ക് മാറ്റി 2 × 10⁻². ഓക്കെ, മീറ്ററിലേക്ക് മാറ്റിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സെൻറ്റിമീറ്ററിൽ എഴുതിയാൽ മതി. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആദ്യം 0 പിന്നെ 100 ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 100 എന്ന് എഴുതി. അങ്ങനെ ചെയ്യുമ്പോൾ ഡയാമീറ്ററിൽ ഉണ്ടാകുന്ന ചേഞ്ച് 0.46 സെൻറ്റിമീറ്റർ. ഇത് മീറ്ററാണ്, അതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റി. ആദ്യമേ മീറ്ററിലേക്ക് മാറ്റാതിരുന്നാൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് സെൻറ്റിമീറ്റർ തന്നെ കിട്ടും. മീറ്ററിലേക്ക് മാറ്റുമ്പോഴാണ് ഇങ്ങനെ കിട്ടുക. അതിന് സെൻറ്റിമീറ്ററിലേക്ക് ഞാൻ എളുപ്പത്തിന് വീണ്ടും മാറ്റി എഴുതിയതാണ്. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ആണ് എന്ത് 0.46. ഫൈനൽ ലെങ്ത് മൈനസ് ഇനീഷ്യൽ ലെങ്ത് ആണിത്. അപ്പോൾ ഫൈനൽ ലെങ്ത് അതായത് പുതിയ ഡയാമീറ്റർ ഫൈനൽ ലെങ്ത് ആണ് 0.46 + 2 സെൻറ്റിമീറ്റർ ആണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ചേഞ്ച് 0.6, അപ്പോൾ 2.46 സെൻറ്റിമീറ്റർ ആണ് പുതിയ ഡയാമീറ്ററിൻ്റെ നീളം എന്ന് കിട്ടും. വാട്ട് വിൽ ബി ദി ഡയാമീറ്റർ അറ്റ് 100 degrees Celsius എന്നാണല്ലോ ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറൈവ് ദി റിലേഷൻ കണക്റ്റിംഗ് α/L ആൻഡ് α/V. ഈ ചാപ്റ്ററിൽ കാര്യമായ ഡെറിവേഷൻസ് ഒന്നുമില്ല, നമ്മൾ പഠിച്ചു. അവിടെ α/L α/A is equal to 2 times α/L, α/V is equal to 3 times α/V. α/L ആ രണ്ട് പ്രൂഫ് നമ്മൾ വൃത്തിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നുകൂടി ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ α/V is equal to 3 times α/L എന്നൊരു ക്യൂബ് എടുത്തിട്ട് അതിൻ്റെ ലെങ്ത് L എന്ന് എഴുതിയിട്ട് അതിവിടെ പ്രൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സിമ്പിൾ സ്റ്റെപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് വീഡിയോ പോസ് ചെയ്ത് ഒന്നുകൂടി അതൊന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നേരത്തെ പഠിച്ചവരാണെങ്കിൽ വേഗം സ്കിപ്പ് ചെയ്ത് അടുത്ത ഭാഗത്തേക്ക് വരികയും ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഓക്കെ, താങ്ക് യു ആൾ.